ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബനാന പിക്കിളിൻ്റെ റെസിപ്പിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണെങ്കിൽ സിമ്പിളായിട്ടുള്ള വീട്ടിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബനാന ഇവിടെ ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ബനാന മാത്രമല്ല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചോപ്പ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഞാനിവിടെ കായം കട്ടായിട്ടുള്ളതാണ് ചേർക്കുന്നത്, പൊടിയും ചേർക്കാം കേട്ടോ. പിന്നെ അടുപ്പത്ത് ചട്ടി വയ്ക്കുക, ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മളതിൽ കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യുക. പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കായവും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഉപ്പിലിട്ട കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാ കാന്താരി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. എനിക്കിഷ്ടപ്പെട്ടതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം എല്ലാം കൂടി നന്നായി ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബനാന പഴം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പഴം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, എല്ലാത്തിനെയും കൂടി വെച്ച് നോക്കിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് പഴത്തിന് ആവശ്യത്തിനുള്ള വേവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ജസ്റ്റ് ഇങ്ങനെ തൊട്ടൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതിന് നമുക്ക് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ജാഗ്രീൻ്റെ സിറപ്പ്, അതായത് ശർക്കരപ്പാനിയാണ് ഒഴിച്ചെടുക്കുന്നത്. ശർക്കര പാനി ആക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ശർക്കര ചെറുതായിട്ട് ക്രഷ് ആക്കിയിട്ടോ ഇട്ടുകൊടുക്കുക. ഞാനിവിടെ പാനി ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതും കൂടി വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യുക. അത് അപ്പോഴത്തേക്ക് നല്ല അടിപൊളി നമ്മുടെ ബനാന പിക്കിൾ റെഡി ആയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ.